ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം സംസാരിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ അറിഞ്ഞ ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്ന് ഈ ടി കാണുന്ന ഓരോരുത്തരെയും ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. 1-ാം അധ്യായം 28-ാം വാക്യം. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചിട്ട് ദൈവം പറയുകയാണ്, നീ സന്താന പുഷ്ടിയുള്ളവനായി ഭൂമിയിൽ നിറയുക. എന്നിട്ട് ദൈവം പറയുകയാണ്, നീ ഭൂമിയിലെ ഇഴജന്തുക്കളുടെ മേലും സകല സസ്യങ്ങളും മത്സ്യങ്ങളുടെ മേലും എല്ലാം നീ വാഴണം എന്ന് ദൈവം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് നമുക്കത് കാണാൻ ഇടയാകുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ആ കുറുവാക്യത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ വിഷയം ഇതാണ്: മനുഷ്യനെ ദൈവം എന്തായിട്ടാണ് സൃഷ്ടിച്ചത്? യഥാർത്ഥമായി മനുഷ്യൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം, ഒരു വിഷയം സംസാരിക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും മനുഷ്യൻ ആരാണെന്ന് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. ലോകത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചത് അനേക കാര്യങ്ങൾ, അനേക യന്ത്രങ്ങളാണ്, അനേക സംഭവങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു, അനേക കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. ടെലിഫോൺ കണ്ടുപിടിച്ചു, പല വാഹനങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ മനുഷ്യൻ പലതും കണ്ടുപിടിക്കുമ്പോഴും മനുഷ്യൻ കണ്ടുപിടിക്കാത്ത ഒറ്റ സംഭവമേ ഉള്ളൂ. ഹല്ലേലൂയ. മനുഷ്യൻ്റെ കണ്ണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കണം നോക്കുന്ന സമയത്തും വലിയ കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനുണ്ടെന്ന് മനുഷ്യൻ പറയുമ്പോഴും മനുഷ്യൻ കണ്ടുപിടിക്കാത്ത ഒറ്റ കാര്യമാണ് താൻ ആരാണെന്ന് മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന നിമിഷം, ശരിക്കും ഞാൻ പറയട്ടെ, ആ നിമിഷമാണ് യഥാർത്ഥമായി നമ്മുടെ വിടുതൽ നടക്കുന്നത്. നമ്മൾ ആരാണ്? ഹല്ലേലൂയ. ലോകത്തിൽ അനേകർ വലിയ വലിയ ജോലിക്ക് കയറുന്നതും വലിയ വലിയ സംഭവങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതും പൈസയ്ക്കുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല, വലിയ വലിയ കാര്യം നേടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല. മനുഷ്യൻ പലതും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യന് ഒരു ഡെഫിനിഷൻ വേണം. ഞാൻ ആരാണ്? ഞാനിത് കണ്ടുപിടിച്ച ആളാണ്, ഞാൻ ഇത്രയും പഠിച്ച ആളാണ്, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. ഞാനെന്ന വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ജോലിയല്ല, എൻ്റെ പഠിത്തത്തിന് ഡിഗ്രി അല്ല, അല്ലെങ്കിൽ ഞാൻ എവിടെ ജനിച്ചു എന്നല്ല. പക്ഷെ മനുഷ്യൻ പലപ്പോഴും താൻ എന്താണെന്ന് നിശ്ചയിക്കപ്പെടുന്നത് തൻ്റെ ജോലിയും തൻ്റെ ശമ്പളത്തിൻ്റെ അക്കവും എല്ലാം വെച്ചിട്ടാണ് മനുഷ്യനെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചിട്ട് ദൈവം പറയുക, സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറയുക, ഭൂമിയിന്മേൽ വാഴുക ദൈവം കൽപ്പിക്കുക. പക്ഷെ 3-ാം അധ്യായത്തിൽ പിശാച് മനുഷ്യൻ്റെ അടുക്ക് വരുന്നത് എന്തിനാണെന്നറിയാമോ? പിശാച് മനുഷ്യനോട് പറയുന്നത്, അവൻ്റെ മനസ്സിൽ ഒരു സംശയം കൊണ്ടുവന്നിട്ട് പറയുവാണ്, ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന്? ഹല്ലേലൂയ. ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന്? ആമേൻ. ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു സംശയം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊടുക്കുക. എന്നിട്ട് പറയുകയാണ്, പിശാച് മനുഷ്യനോട് പറയുക, ദൈവത്തിനറിയാം തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഹല്ലേലൂയ. മനുഷ്യനെ പിശാച് പരീക്ഷിക്കുന്നത്, ഒരു സംശയത്തിൻ്റെ വിത്ത് കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ? തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെ ആകും. എന്തോ നിനക്കാകാൻ പറ്റും, എന്തോ നിനക്ക് എവിടെ എത്താൻ പറ്റും. അതുകൊണ്ട് അവനെ പാപം ചെയ്യാൻ പിശാച് പ്രേരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അന്നും ഇന്നും പാപത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് താൻ ആരാന്ന് അറിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. പിശാച് അന്നും ഇന്നും ഒരേ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ ആരാന്ന് അറിയാത്തത് കൊണ്ട് മനുഷ്യൻ ഇന്നും പാപത്തിൽ വീണ് കിടക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരാൾ പറയുന്നൊരു വാക്ക് ഞാനിങ്ങനെ കേട്ടതാ, നമുക്ക് നമ്മൾ ആരാന്ന് അറിയത്തില്ലെങ്കിൽ ലോകം പറഞ്ഞു തരും നമ്മൾ ആരാണെന്ന്. നമുക്ക് നമ്മൾ ആരാന്ന് അറിയത്തില്ലെങ്കിൽ സാഹചര്യങ്ങൾ പറഞ്ഞു തരും നമ്മൾ ആരാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാ നമുക്കറിയത്തില്ലെങ്കിൽ പിശാച് പറഞ്ഞു തരും നമ്മൾ ആരാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഒരു ടെസ്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ നോക്കും, അയ്യോ എനിക്ക് രോഗമുണ്ടല്ലോ, അയ്യോ ഞാനൊരു രോഗിയാണല്ലോ. എൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ അയ്യോ ഞാനൊരു ദരിദ്രനാണല്ലോ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ലല്ലോ, എനിക്ക് ഡിഗ്രികളൊന്നുമില്ലല്ലോ, ഞാൻ ആരാ? ഒന്നുമില്ലാത്ത ശൂന്യൻ. എന്നെ ഡിഫൈൻ ചെയ്യുന്നത്, ഞാൻ ആരാ നിശ്ചയിക്കപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയും. അല്ലെങ്കിൽ പിശാച് വരെ, കണ്ട നീ രോഗിയാണ്, നിനക്ക് ഇത്രയും നാൾ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ.
ഇന്ന് നമ്മൾ അറിയണം നമ്മൾ ആരാണ്. ഞാൻ ഈ വിഷയം തൊടാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഹല്ലേലൂയ, നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയുന്നില്ലെങ്കിൽ ലോകവും പിശാചും സാഹചര്യങ്ങളും പറഞ്ഞു തരും നമ്മൾ ആരാണ്. പക്ഷെ ബൈബിൾ നമ്മൾ ആരാണെന്ന് ബൈബിൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരിക. ഈ ഒരു വിഷയത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഇതാണ്. ഹല്ലേലൂയ, ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം. അതിന് ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ദൈവം യാക്കോബ് എന്ന് പറഞ്ഞൊരു ഭക്തനോട് ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താണ്? ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം ഇവൻ്റെ പേര് യാക്കോബ് എന്നാണ്. ദൈവത്തിന് അറിയാം ഇവൻ കള്ളനാണ്, കാലുവാരിയാണ്. കാരണം യാക്കോബ് അനേക കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്, അനേകരെ ചതിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ദൈവം യാക്കോബിനോട് ചോദിക്കുക, നിൻ്റെ പേരെന്താണ്? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ ചോദ്യം സ്വർഗസ്ഥനായ പിതാവല്ല ആദ്യം ചോദിക്കുന്ന യാക്കോബിനോട് നീ ആരാണെന്ന് ചോദിക്കുന്നത് ആദ്യമായിട്ട് ചോദിക്കുന്ന ദൈവമല്ല. ആദ്യമായിട്ട് നീ ആരാണെന്ന് ചോദിക്കുന്നത് അവൻ്റെ ഭൂമിയിലെ പിതാവാണ്. ഇസഹാക്ക് അവൻ്റെ പിതാവ് അവനെ അനുഗ്രഹിക്കുന്നതിന് മുമ്പേ അവനോട് ചോദിച്ചു, നീ ആരാണ്? അന്നേരം ഈ യാക്കോബ് കള്ളം പറഞ്ഞിട്ടാണ് അനുഗ്രഹം കിട്ടിയത്. അന്നേരം യാക്കോബിന് അറിയാം മൂത്ത പുത്രനെ ഇസഹാക്ക് അനുഗ്രഹിക്കത്തുള്ളൂ, മൂത്ത ജ്യേഷ്ഠനെ തൻ്റെ അപ്പൻ അനുഗ്രഹിക്കത്തുള്ളൂ. പക്ഷെ യാക്കോബ് വേഷം മാറി വന്നിട്ട് തൻ്റെ അപ്പനോട് പറഞ്ഞു, ഞാൻ മൂത്ത ജ്യേഷ്ഠനാണ്, ഏശാവാണെന്ന് പറഞ്ഞു. അവൻ്റെ ഭൂമിയിലെ പിതാവ് അവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മൂത്ത ജ്യേഷ്ഠനാണ്. അവൻ കള്ളം പറഞ്ഞു. പക്ഷെ അവൻ്റെ അപ്പനെ, അവൻ്റെ ഭൗമിക പിതാവിനെ, ഭൂമിയിൽ അവൻ്റെ പിതാവിനെ അവന് കളിപ്പിക്കാൻ പറ്റി. അവൻ്റെ അപ്പൻ, ഭൂമിയിലെ പിതാവ് അവൻ അനുഗ്രഹിച്ചു. പക്ഷെ ഇപ്പോൾ സ്വർഗസ്ഥനായ അവൻ്റെ പിതാവ്, യഥാർത്ഥമായ ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ ആരാണ്? നിൻ്റെ പേരെന്താണ്? ഇതുവരെയും ഇവൻ കള്ളത്തരല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ അനേകരെ പറ്റിക്കല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. അനേകരെ ചതിച്ചിട്ടുണ്ട്. പക്ഷെ ഇവൻ ദൈവത്തിനോട് ഉത്തരം പറയുന്നതിന് പകരം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ദൈവത്തോട് മല്ല് പിടിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ മനുഷ്യനോട് മല്ല് പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ യാക്കോബ് ദൈവത്തോട് മല്ല് പിടിക്കുകയാണ്. എന്നിട്ട് അവൻ ഓൾമോസ്റ്റ് ജയിച്ചെന്നുള്ള രീതിയിൽ വരികയാണ്. അവൻ ദൈവത്തെയും ജയിച്ചു എന്നുള്ള രീതിയിൽ. അവൻ അനേക ക്വാളിഫിക്കേഷനുണ്ട്, നല്ല പഠിത്തമുണ്ട്, അവൻ ഇനി ദൈവത്തെ ആവശ്യമില്ല. അവൻ്റെ കള്ളത്തരവും അവൻ്റെ മറ്റുള്ള ചതിക്കുന്നതിൽ കൂടെയും അവൻ്റെ ലോകത്തിലെ സ്ഥാനങ്ങളും മാനങ്ങളും കൊണ്ടൊക്കെ അവൻ ദൈവത്തെ തോൽപ്പിച്ചുവെന്ന് അവൻ വിചാരിക്കുന്ന സ്ഥലത്ത് ദൈവം അവനെ ഒന്ന് സ്പർശിച്ചു, അവൻ്റെ തൊടയിൽ ഒന്ന് തൊട്ടു. ഈ തൊട്ട നിമിഷം യാക്കോബ് മുടന്തനായി. ഹല്ലേലൂയ. യാക്കോബ് മുടന്തനായി. ഹല്ലേലൂയ. അവൻ ഒറ്റ കാര്യം മനസ്സിലായി, അവന് ദൈവത്തോട് മല്ല് പിടിക്കാൻ പറ്റത്തില്ല. ഇന്ന് പലർക്കും അവർ പറയുന്ന ഒരു കാര്യം, എനിക്ക് ദൈവത്തെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല, എനിക്ക് നല്ല സ്ഥാനമുണ്ട്, മാനമുണ്ട്, ഞാൻ ആത്മീകനാണ്, ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ എല്ലാം നല്ലതായിട്ട് ചെയ്യുന്നു, ഞാൻ ആരൊരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കാൻ കർത്താവേ, എത്ര കള്ളത്തരമാണെങ്കിലും ഞാൻ അനേക നന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഈ നിമിഷം അവൻ ദൈവത്തോട് മല്ല് പിടിച്ച് ജയിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ദൈവം അവൻ്റെ തൊടയിലൊന്ന് തൊട്ടപ്പോൾ യാക്കോബിന് മനസ്സിലായി, അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. പക്ഷെ ഈ നിമിഷം ഹല്ലേലൂയ, ദൈവം അവനോടൊരു ചോദ്യം ചോദിച്ചു, നീ ആരാണ്? നിൻ്റെ പേരെന്താണ്? ഹല്ലേലൂയ. ഇനി അവന് കള്ളത്തരം പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇനി അവൻ്റെ സ്ഥാനവും മാനവും മോഹവും ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ നിമിഷം അവൻ ദൈവത്തോട് പറഞ്ഞതെന്താണെന്നറിയാമോ? ഞാൻ യാക്കോബാണ്, ഞാൻ കാലുവാരിയാണ്, ഞാൻ കള്ളനാണ്, ഞാൻ ചതിയനാണ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് അവൻ വാ തുറന്ന് സത്യം പറയാണ്, ദൈവമേ, ഞാൻ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. ദൈവമേ, ഞാൻ എൻ്റെ അമ്മായപ്പനെ പറ്റിച്ചിട്ടുണ്ട്. ദൈവമേ, ഞാൻ എൻ്റെ ഭൂമിയിലെ അപ്പനെ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ ചതിയനാണ്, ഞാൻ കള്ളനാണ്. ദൈവം അവനോട് എന്താ പറഞ്ഞതെന്നറിയാം? പോ, ഇരുട്ടിലേക്ക് പോ, നരകത്തിൻ്റെ തീയിലോട്ട് പോ, പല്ലുകടിയും അല്ലെങ്കിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുള്ള നരകത്തിലോട്ട് പോ എന്നൊന്നല്ല ദൈവം പറഞ്ഞു. ദൈവം എന്നോട് പറഞ്ഞെന്താണെന്നറിയാം? ഞാൻ ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യഥാർത്ഥമായി നമ്മൾ ആരാണെന്ന് ദൈവം ചോദിക്കുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ നമ്മൾ എത്തുമ്പോൾ, നമ്മൾ ആരാണെന്ന് ദൈവത്തിന് മുമ്പിൽ പറയുമ്പോൾ, ഞാൻ പറയട്ടെ, അപ്പോഴാണ് ദൈവം നമ്മളെ
അനുഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് പലർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ അവരാരാണെന്ന് അവരാരും വെളിപ്പെടുത്തത്തില്ല. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണാൻ ഇടയാകുന്നതിന് 2 പേർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒരാൾ ഒരു പരീശൻ, വേറൊരാൾ ഒരു ചുങ്കക്കാരൻ. 2 പേരും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പരീശൻ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല. ഹല്ലേലൂയ. പരീശൻ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ എനിക്കുള്ളതെല്ലാം ദശാംശം കൊടുക്കുന്നു. അതുകൊണ്ട് കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. പരീശൻ പ്രാർത്ഥിക്കുന്ന വിധം തന്നെ കേട്ടാൽ അറിയാം. അവൻ പറയാം, എൻ്റെ പ്രവർത്തികളെല്ലാം കാണുമ്പോൾ കർത്താവേ, ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, ഉപവസിക്കുന്നവനാ, ദശാംശം കൊടുക്കുന്നവനാ. പക്ഷേ മറുഭാഗത്ത് ചുങ്കക്കാരൻ അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ്, എന്നോട് കൃപയുണ്ടാകണം. ഹല്ലേലൂയ. യേശു പറയുവാണ്, 2 പേരും പ്രാർത്ഥിച്ചു. ഒരാൾ പ്രാർത്ഥിച്ചത് ഞാൻ ആ ചുങ്കക്കാരനെ പോലെ അല്ല. മറ്റൊരാൾ പ്രാർത്ഥിച്ചത് കർത്താവേ, ഞാനൊരു പാപിയാണ്, സത്യമാം ദൈവത്തിന് മുമ്പ് പറഞ്ഞു. ആ നിമിഷം ദൈവം പരീശനെ അല്ല, ചുങ്കക്കാരനെ, കള്ളം ചെയ്തവനെ ദൈവം നീതീകരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം എപ്പോഴാണ് നമ്മളെ നീതീകരിക്കുന്നത്? ദൈവം എപ്പോഴാണ് നമ്മളെ നീതിമാൻ എന്ന് പറയുന്നത്? നമ്മുടെ മുമ്പിൽ ഒരു പ്രവൃത്തിയും ദൈവത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ ഇല്ലാത്ത സമയത്ത്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു പ്രവൃത്തിയും കാണിക്കാൻ പറ്റാത്ത സമയത്താണ് ദൈവം നമ്മളെ യഥാർത്ഥമായി അംഗീകരിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും ഉപവസിച്ചു, ഇത്രയും പൈസ ഞാൻ കൊടുത്തു പള്ളിക്ക്, എന്തുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചില്ല? ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് ഇത്രയും അത്ഭുതം ചെയ്യുവാണെങ്കിൽ ഞാൻ നേർച്ച തരാം, ഇത്രയും പൈസ ഞാൻ തരാം. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് സംഭവിച്ചില്ല? ഹല്ലേലൂയ. നമ്മൾ ആരാണ് നിശ്ചയിക്കുന്നത്? നമ്മുടെ പ്രവർത്തികളല്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ പ്രവർത്തികൾ വെച്ചല്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് മുമ്പിൽ കർത്താവെ, എനിക്ക് കുറവുണ്ട്, ഞാൻ തെറ്റുകാരനാണെന്ന് പറയുന്ന നിമിഷം ഞാൻ പറഞ്ഞു, അപ്പോഴാണ് സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരുന്നത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴും മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ തെറ്റ് ചെയ്തു. ആദാം തെറ്റ് ചെയ്തു. പക്ഷെ തെറ്റ് ചെയ്ത ആദാം ദൈവത്തിന് മുമ്പിൽ നിന്ന് മറയുകയാണ്. അവൻ മറയാൻ കാരണം അവൻ പറയുന്നത് താൻ നഗ്നനെന്നറിഞ്ഞ് താൻ ദൈവത്തിന് മുമ്പിൽ നിന്ന് മറയുകയാണ്. ഹല്ലേലൂയ. താൻ നഗ്നനെന്നറിഞ്ഞപ്പോൾ ദൈവത്തിന് മുമ്പിൽ നിന്ന് മറയുകയാണ്. പക്ഷെ ഈ നിമിഷമാണ് ദൈവം ചോദിച്ചു, ആദാമേ, നീ എവിടെയാ? ദൈവത്തിന് ആദാം എവിടെ ഇരിക്കുന്നു കാണാൻ പറ്റാത്തത് കൊണ്ടല്ല, ദൈവത്തിന് അറിയാം ആദാം എവിടെ ഇരിക്കുവാണ്. പക്ഷെ ദൈവം ചോദിച്ചു, ആദാമേ, നീ എവിടെയാ? ഹല്ലേലൂയ. നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാണ്? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആദാം നഗ്നൻ എന്ന് അറിഞ്ഞത് താൻ നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച സമയത്താണ്. പക്ഷെ അതിനു മുമ്പേയും ആദാം നഗ്നനായിരുന്നു. പക്ഷെ ആ നഗ്നതയെക്കുറിച്ച് അവന് ബോധ്യമില്ലായിരുന്നു. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചപ്പോൾ തനിക്ക് ബോധ്യം വന്നു താൻ നഗ്നനാണ്. ഈ നിമിഷം അവൻ ദൈവത്തിൽ നിന്ന് മറയുകയാണ്. ഹല്ലേലൂയ. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന്? എന്തിനാണ് ദൈവം ആ വൃക്ഷം അവിടെ കൊണ്ട് വെച്ചത്? ഹല്ലേലൂയ. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ ഒരു പ്രശ്നം അത് തിന്നുന്ന നാളിൽ മനുഷ്യന് പാപത്തെക്കുറിച്ച്, അവൻ്റെ കുറവുകളെക്കുറിച്ച് ബോധ്യം വരും. ഇത് ബോധ്യം വരുന്ന നിമിഷം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മറയും. ഹല്ലേലൂയ. ഇത് സത്യമാണ്. പലർക്കും ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ പറ്റാത്തത് അവരുടെ കുറ്റബോധം കാരണം കൊണ്ട്, അവരുടെ തെറ്റുകളെക്കുറിച്ച് അവർക്കൊരു ബോധ്യമുള്ളത് കൊണ്ടാണ്. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ ദൈവം എന്നെ ശിക്ഷിച്ചാലോ, ദൈവം എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ പോലും എൻ്റെ തെറ്റുകൾ മാറ്റണ്ടേ, അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ രക്ഷിക്കപ്പെടാം, ചർച്ചിൽ വരാം. പലരും അവർ നഗ്നരാന്നറിയാം, തെറ്റ് ചെയ്തെന്ന് അവർക്കറിയാം, പക്ഷേ ദൈവത്തിന് മുമ്പിൽ വരുന്നില്ല. പക്ഷെ അതിന് പകരം അവർ വേറൊരു കാര്യം ചെയ്യും. അവർ നല്ല പ്രവർത്തികൾ അതിനെ മറയ്ക്കാൻ ശ്രമിക്കും. പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കും, നല്ല ഓർഫണേജുകൾക്ക് പൈസ കൊടുക്കും, പോകുന്നിടത്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ ഉള്ളിൽ അവർക്കറിയാം എന്തോ ഒരു കുറവ് ഉള്ളിലുണ്ട്. നമ്മുടെ നഗ്നതയെ ആദാമിൻ്റെ നഗ്നത മറിച്ചത് അത്തിയില കൊണ്ടാണ്.
ഹല്ലേലൂയ. ഉണങ്ങിപ്പോകുന്ന അത്തിയില കൊണ്ടാണ് ആദാം തൻ്റെ നഗ്നത മറച്ചത്. ഇന്നും ആൾക്കാർ അവരുടെ പാപത്തെ, അവരുടെ കുറ്റബോധത്തെ, അവരുടെ മനസ്സിലെ ആ കുറ്റബോധത്തെ അവർ കവർ ചെയ്യുന്നത്, അതിനെ മൂടുന്നത് നല്ല പ്രവൃത്തികൾ കൊണ്ടാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നല്ല പ്രവൃത്തികളെ കണ്ടോ? ആമേൻ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ നല്ല പ്രവൃത്തികൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ, നല്ല പ്രവൃത്തികളല്ല നമ്മളെ സ്വർഗത്തിൽ കയറ്റുന്നത്, നല്ലതായിട്ട് നടക്കുന്നതല്ല നമ്മളെ സ്വർഗത്തിൽ കയറ്റുന്നത്, നമ്മുടെ വിശുദ്ധ ജീവിതമല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നതിൻ്റെ അടിസ്ഥാനം. ആമേൻ, ഹല്ലേലൂയ. ഇതിൻ്റെ നല്ല ഉദാഹരണമാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ. യേശുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു, ഒരു ധനവാനായ വ്യക്തി വന്നിട്ട് ചോദിച്ചു, യേശുവേ, ഞാൻ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് പറഞ്ഞതാ, നിനക്ക് കൽപ്പനയൊക്കെ അറിയാമല്ലോ. മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, നിനക്കറിയാമല്ലോ. അവൻ പറഞ്ഞു, കർത്താവ്, ഇതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ചെയ്തു വരുന്നതാണ്. അവൻ വേറൊരു അർത്ഥത്തിൽ പറയുന്നത്, കർത്താവേ, ഞാൻ സ്വർഗത്തിൽ പോകാനുള്ള കറക്റ്റ് കാൻഡിഡേറ്റാണ്, സ്വർഗത്തിൽ പോകാനുള്ള കറക്റ്റ് ആളാണ് ഞാൻ, എല്ലാം വർഷങ്ങൾ കൊണ്ട് ചെയ്തു വരികയാണ്. ഹല്ലേലൂയ. കർത്താവ് അവനോടൊരു കാര്യം പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ വന്ന് അനുഗമിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ യേശുവിനെ വിട്ടേച്ചു പോയി. കർത്താവിന് ഒരു കാര്യം അറിയാം, സ്വർഗത്തിൽ കയറാൻ നല്ല പ്രവർത്തികൾ കാരണമല്ല. ഹല്ലേലൂയ. പലരും ചോദിക്കാറുണ്ട്, എന്തിനധികം ന്യായപ്രമാണം കൊടുത്തത്? ഒരിക്കലും അനുസരിക്കാൻ പറ്റാത്ത ന്യായപ്രമാണം എന്തിനാ ദൈവം കൊടുത്തത്? ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 20-21 വാക്യങ്ങളും റോമാലേഖനം 3-ന്റെ 21, 22, 23 വാക്യങ്ങളൊക്കെ ഒറ്റ കാര്യം നമ്മളോട് പറയുന്നത്, ലംഘനം പെരുകാനാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തത്, ലംഘനം വർദ്ധിക്കാനാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തത്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ തെറ്റിനെക്കുറിച്ച് അവന് ബോധ്യപ്പെടുത്താനാണ് ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നത്. പലരും നമ്മളോട് പറയാറുണ്ട്, ബ്രദറെ, ഞാൻ കുഞ്ഞുനാൾ മുതലേ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. പക്ഷെ ന്യായപ്രമാണം നോക്കിയാൽ നിനക്ക് ഒറ്റ കാര്യം മനസ്സിലാവും, നീ ദൈവസന്നിധിയിൽ നീ അശുദ്ധനാണ്, ദൈവസന്നിധിയിൽ നീ നേരുള്ളവനല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നീതിമാൻ ആരുമില്ല. നമ്മുടെ നല്ല പ്രവൃത്തി വെച്ചിട്ടല്ല, ദൈവത്തിൻ്റെ ന്യായപ്രമാണം വെച്ച് നോക്കിയാൽ നിങ്ങളാരും ശരിയല്ല, ഞാനും ശരിയല്ല, നിങ്ങളും ശരിയല്ല. ആമേൻ. ഇതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നമ്മൾ ആരും ദൈവത്തിൻ്റെ കണ്ണിൽ ശരിയാവാത്തതുകൊണ്ട്, നമ്മൾ ഒരു നല്ല പ്രവൃത്തിയും ദൈവത്തിന് പറ്റാത്തത് കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു, തൻ്റെ കൃപയാൽ ദൈവം നമ്മളെ തൻ്റെ പുത്രനിൽ ദൈവം മറച്ചു. കൃപയാൽ ദൈവം തൻ്റെ പുത്രനിൽ നമ്മളെ ആദാമിനെ തോൽ കൊണ്ട് ഉടുപ്പിച്ചതുപോലെ തൻ്റെ പുത്രൻ്റെ ആ ഒരു തോൽ കൊണ്ട്, പുത്രനെ ആ ഒരു കവറിങ് കൊണ്ട് നമ്മളെ പിതാവ് മറക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഇന്ന് പാപികളല്ല. ഇന്ന് പുത്രൻ്റെ രക്തത്താൽ മറക്കപ്പെട്ട നമ്മൾ ഇന്ന് തെറ്റുകാരല്ല. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്നതിന് മുമ്പേ നമ്മൾ പാപികളായിരുന്നു, കൊള്ളരാത്തവരായിരുന്നു, നന്മ ചെയ്യാത്തവരായിരുന്നു. കാരണം ന്യായപ്രമാണം നമുക്ക് ബോധ്യം വരുത്തിയത് നമ്മുടെ തെറ്റുകളെക്കുറിച്ചാണ്. പക്ഷെ ആ നിമിഷം നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പിതാവ് നമ്മളെ ആ നീതിയുടെ അങ്കി കൊണ്ട് നമ്മളെ അങ്ങ് മറക്കുക. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ പാപിയല്ല, നീതിമാനാണ്. ഹല്ലേലൂയ. ഇന്ന് പലർക്കും അത് അറിയത്തില്ല. പലരും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും അവർ പറയുന്നത്, ഞാനൊരു വീണ്ടെടുക്കപ്പെട്ട പാപിയാണെന്നാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഇനിയും ഞാൻ പാപിയാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപിയാണ്. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ പിന്നെ പാപിയല്ല, പിന്നെ നീതിമാനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ നന്മ ചെയ്തത് കൊണ്ടല്ല നീതിമാന്മാരായത്, നമ്മൾ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് നീതിമാന്മാരായത്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം ദൈവം എന്നെ വിളിക്കുന്നത് മക്കളെന്നാണ്. ഹല്ലേലൂയ. ദാസന്മാരെന്നല്ല, മക്കളെന്ന്. അതുപോലെ യേശുവിൽ വിശ്വസിക്കുന്ന എന്നെ ദൈവം വിളിക്കുന്നത് വിശുദ്ധനും നിഷ്കളങ്കനുമാണ്. ശരിക്കും ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. എഫേസ്യർ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കാൻ നമുക്കിത് കാണാം. നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ദൈവം വിളിക്കുക. പലരുടെയും വിചാരം നമ്മൾ മരിച്ചു കഴിഞ്ഞാണ് വിശുദ്ധരാകുന്നതാണ്.
ബൈബിൾ പ്രകാരം നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം ഈ ലോകത്തിൽ നമ്മൾ വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്. ഹല്ലേലൂയ. ഈ ബോധ്യം അനേകർക്കില്ലാത്തത് കൊണ്ട് അനേകരുടെ ജീവിത ശൈലി തന്നെ വ്യത്യാസമാണ്. അനേകർ ഇന്നും പാപത്തിൽ കിടക്കുകയാണ്, അനേകർ ഇന്നും തെറ്റ് ചെയ്യുകയാണ്, അനേകർ ഇന്നും പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവരിന്നും അവരെ വിളിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട പാപി എന്നാണ്. നമ്മളെ ദൈവം വീണ്ടെടുത്തെങ്കിൽ നമ്മളിനി മക്കളാണ്, പാപികളല്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യഥാർത്ഥമായി ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പാപത്തിൽ നിന്ന് വളരെയധികം മാറാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്, പാപം വിട്ടുമാറാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഞാൻ കൂടുതൽ പാപം വിട്ടുമാറാൻ ശ്രമിക്കുന്തോറും ഞാൻ കൂടുതൽ തെറ്റിലേക്ക് വീണുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് പാപത്തിൽ നിന്നൊരു മോചനമില്ലാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ ഇന്നും തെറ്റ് ചെയ്യുന്നത്? ആ നിമിഷം ദൈവം എന്നെ കാണിച്ചൊരു ഭാഗം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു ഭാഗം, എൻ്റെ 1-ാം അധ്യായത്തിൽ ദാനിയേലിൻ്റെ മുമ്പിൽ ഒരു വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഒരു ഭക്ഷണം വരുമ്പോൾ ദാനിയേൽ പറയുന്നത് എനിക്കിത് വേണ്ട. ദാനിയേൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വിശുദ്ധനാകുകൊണ്ട് എനിക്കിത് വേണ്ട. ഹല്ലേലൂയ. ഞാൻ അശുദ്ധനാകുന്നതുകൊണ്ടല്ല, ഞാൻ വിശുദ്ധനാകുന്നതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ഞാനിതിൽ മാറി നിൽക്കുകയാണ്. നമ്മൾ പലതും ചെയ്യാത്തത് എന്തുകൊണ്ടെന്നറിയാം? പലരോടും കൂട്ടുകെട്ട് കൂടാത്ത എന്താണെന്നറിയാം? പല വാക്കുകളും നമ്മൾ സംസാരിക്കാതെ എന്തുകൊണ്ടെന്നറിയാം? പലതും നമുക്ക് ഉരുളയ്ക്ക് ഉപ്പേരിയാണ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മൾ വിശുദ്ധരാണ്. ഹല്ലേലൂയ. നമ്മൾ മക്കളാണ്. ഹല്ലേലൂയ. ഈ മക്കളെന്ന് പറഞ്ഞ പദവിയും ക്രിസ്തുവേശുവിൽ വളരെ വലിയ പദവിയാണ്. എൻ്റെ വീട്ടിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആൾക്കാർ വരും, ഗ്യാസ് സിലിണ്ടറും കൊണ്ടുവരും. അവർ ഗേറ്റിൽ നിന്ന് തട്ടും, വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരും, എന്നിട്ട് വീണ്ടും കോളിംഗ് ബെല്ല് അടിക്കും. എന്നിട്ട് അവരെൻ്റെ വീട്ടിൽ കയറണം. ആരാലും, വീട്ടിലെ പുറത്തുള്ള ആരെങ്കിലും, വീട്ടിലെ അംഗങ്ങളല്ലാത്ത ആര് വന്നാലും ഇങ്ങനെയാണ്, ഗേറ്റിൽ മുട്ടും, കോളിംഗ് ബെല്ല് അടിക്കും, എന്നിട്ട് നമ്മൾ അനുവാദം കൊടുത്താലേ അകത്ത് കയറത്തുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ഗേറ്റ് തുറന്ന് കോളിംഗ് ബെല്ല് അടിക്കാതെ വീട്ടിനകത്തോട്ടങ്ങ് കയറും. ഹല്ലേലൂയ. വാതിൽ തുറക്കാതിരുന്ന് ഞാൻ ചോദിക്കും, എന്തിനാ വാതിൽ അടച്ചേ, ആരാ കുറ്റിയിട്ട്? ഹല്ലേലൂയ. മക്കളാണെങ്കിൽ പിതാവിൻ്റെ എസ്റ്റേറ്റിലേക്ക്, പിതാവിൻ്റെ അവകാശത്തിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാവുന്നതാണ്. ഇനി പുറത്തുനിന്നൊരു യാചകനെ പോലെ അല്ല. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ഞാൻ പറയട്ടെ, ഇന്ന് പലർക്കും ആ ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ട് പലരുടെയും വിചാരം നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം കൊടുത്താൽ പൈസ പോകത്തല്ലേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം എല്ലാവർക്കും കൊടുത്താൽ അയ്യോ എൻ്റെ പൈസ കുറഞ്ഞു, എൻ്റെ അക്കൗണ്ട് കുറഞ്ഞു പോകും. നമ്മൾ ഭൂമിയിലെ രാജാക്കന്മാരുടെ മക്കളല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ, സ്വർഗസ്ഥനായ രാജാതി രാജാവും കർത്താതി കർത്താവിൻ്റെ മക്കളാണ്. നമ്മൾ എത്ര കൊടുത്താലും നമ്മൾ വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞൊരു അനുഗ്രഹം, ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം ഇതാ, നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ആരെങ്കിലും ശപിച്ചാലോ അവൻ ശപിക്കപ്പെടും. പലരും ചോദിക്കാറുണ്ട്, ബ്രദറെ എൻ്റെ വീട്ടിൽ നേരെ ആരെങ്കിലും കൂടോത്രം ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കുടിച്ചിട്ടിട്ടുണ്ട്, നീ വിഷമിക്കണ്ട, നീ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനായിരിക്കാൽ നിന്നെ ആരെങ്കിലും ശപിച്ചാൽ അവൻ ശപിക്കപ്പെടും, നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാലോ അവൻ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. 3-ാമത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മളെ ദൈവം സ്നേഹിക്കുകയാണ്. എഫേസ്യർ 1:6. നമ്മളെ ദൈവം സ്നേഹിക്കുന്നവരാണ്, നമ്മളെ ദൈവം സ്നേഹിച്ചവരാണ്. ഇന്ന് അവൻ സ്നേഹിക്കുന്നു. ഇന്ന് അനേകർക്ക് ഈ ബോധ്യം ഇല്ലാത്തതുകൊണ്ട് അനേകരോട് ക്ഷമിക്കാൻ അനേകർക്ക് വളരെ പ്രയാസമാണ്. ഇന്ന് ലോകത്തിൽ എല്ലാവരും പറയുന്ന ഒരു വാക്ക്, ഏറ്റവും പ്രയാസമുള്ള വാക്ക് ഏതെന്നറിയാമോ? സോറി എന്ന് പറഞ്ഞ വാക്കാണ്. ഈ ഒറ്റ വാക്ക് ഉപയോഗിച്ചാൽ അനേക ബന്ധങ്ങൾ ഒരുമിച്ച് വരും, അനേക ഭർത്തൃഭാര്യ ബന്ധങ്ങൾ ഒരുമിച്ച് വരും. ഒരു ദേവദാസൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട, ആര് ശാപം പൊട്ടിക്കേണ്ട. ഈ സോറി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ അനേക ബന്ധങ്ങൾ തിരിച്ചു വരും. അമ്മായിയമ്മയും മരുമകളും ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും നമ്മളെല്ലാം ഈ ഒറ്റ വാക്ക് മതി. പക്ഷേ ഈ ഒറ്റ വാക്ക് ഉപയോഗിക്കാൻ അനേകർക്ക് പ്രയാസമാണ്. കാരണം എന്താണെന്നറിയാമോ? അവർ ആരാന്ന് അവർക്കറിയത്തില്ല, അവരെ സ്നേഹിച്ച മഹാസ്നേഹം അവർക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ ഒറ്റ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വിടുതൽ കൊണ്ടുവരിക. എന്നെ കർത്താവ് സ്നേഹിച്ച സ്നേഹം നോക്കുമ്പോൾ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എൻ്റെ മാതാപിതാക്കളെയും എന്നെ ഉപദ്രവിച്ചവനെ സ്നേഹിക്കാൻ എളുപ്പം മാത്രമാണ്. ഹല്ലേലൂയ. കാരണം അവൻ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം എനിക്ക് എല്ലാവരും സ്നേഹിക്കാം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഇത് അനേകർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് മെസ്സേജ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ഇന്ന് പറയട്ടെ, ക്രിസ്തു യേശുവിൽ ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ്.
ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളെ മക്കളെന്ന് വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലരും കൊടുക്കുന്നവരുണ്ട്, പലരും പൈസ കൊടുക്കുന്നവരുണ്ട്. ഞാൻ കൊടുക്കുന്നവരെ പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ച ഒറ്റ കാര്യം ഇതാ, അനേക ധനമുള്ളവർ പൈസ അധികം കൊടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരെയും കുത്തുകയല്ല, പക്ഷെ ഞാൻ സത്യം ഞാൻ പറയുക, അനേക പൈസയുള്ളവർ, ധനമുള്ളവർ പൈസ അധികം കൊടുക്കത്തില്ല. പക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം പൈസ കൊടുത്തിട്ടുള്ള ആരാന്നറിയാമോ? ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് മനസ്സിലായവരുണ്ട്. അത് കൂടുതൽ മനസ്സിലാക്കിയത് ജീവിതത്തിൽ താഴ്ന്ന നിലത്തിലൊക്കെ ജീവിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒറ്റ കാര്യം അറിയാം, എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം തന്നത് എൻ്റെ കർത്താവ്. എനിക്കിനി എന്തെങ്കിലും ഉണ്ടാകണമെങ്കിലും അതെൻ്റെ കർത്താവ് തന്നിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അവർക്കൊരു ചിന്താഗതിയുണ്ട്, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് ഞാൻ അനേക സമ്പത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടല്ല, എൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ്, അനുഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ കൊടുക്കുമ്പോൾ ഞാൻ പറയട്ടെ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നന്മകൾ ദൈവം തുറക്കും. ഹല്ലേലൂയ. അനേക രോഗികൾ ഇന്നും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം ഉണ്ടാകുന്നില്ല? 1 പത്രോസ് 2:24 പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിന്നെ ഒരു പ്രത്യേക വാക്ക് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചില്ലെങ്കിലും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നീ സൗഖ്യമായിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ഇന്ന് ഞാൻ പറയട്ടെ, എന്നെ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെന്ന് വിടുവിക്കുന്ന ദിവസമാണ്. കാരണം പിശാചിൻ്റെ ജോലി നമ്മുടെ കുടുംബത്തെ തകർക്കുക എന്നല്ല. പിശാചിന് നമ്മുടെ കുടുംബത്തെ തകർക്കാൻ പറ്റത്തില്ല, കാരണം യേശു അവൻ്റെ പല്ല് ഒടിച്ചു കളഞ്ഞു. പക്ഷെ പിശാചിന് ഒരു കാര്യം ചെയ്യാം, സത്യം നമ്മൾ കാണാതെ നമ്മുടെ കണ്ണ് മറയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ സത്യം പറയുന്നത്, ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണം. ഈ സത്യം നിങ്ങളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം. ഈ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക നന്മകൾ കൊണ്ടുവരണം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. കർത്താവ്, ഞാൻ ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഭയങ്കര നന്മ ഉണ്ടാകട്ടെ. ഭവനമില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ലൊരു ഭവനം അവിടെ ഉണ്ടായതിനായി സ്തോത്രം. രോഗക്കിടക്കലുള്ളവരോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ആ കിടക്ക വിട്ട് എഴുന്നേൽക്കുക. കർത്താവിൻ്റെ കൃപ നിൻ്റെ മേൽ, നീ സൗഖ്യമായിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പൈസയില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അങ്ങനെയുള്ളവർ നിന്നിലേക്ക് കണ്ണുയർത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഈ TV പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ അഭിഷേകം പകരുകയാൽ സ്തോത്രം. മക്കളില്ലാത്തവർക്ക് കുടുംബത്തിൽ കർത്താവ് ഒരു കുടുംബ ബന്ധത്തിൽ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം അങ്ങനെയുള്ളവരെ തൊടുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ.